നമ്മുടെ സർവകലാശാലകളിൽ പകുതിക്കടുത്ത് വിദ്യാർത്ഥികൾ ഹിന്ദുക്കളല്ല, ഹിന്ദു രാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നവരുമല്ല. അങ്ങനെ ഒരു സവിശേഷ ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിലെ 4 സർവകലാശാല വൈസ് ചാൻസലർമാരാണ് RSS പരിപാടിയിൽ പങ്കെടുത്തത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾ എന്നാൽ ഈ കേരളത്തിലെ അക്കാദമിക് സമൂഹത്തിന്റെ 70% അധികം വരും. അത്രയും വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് VC-മാർ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തന്നെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ് ആ നടപടി. നമ്മുടെ കലാശാലകൾ സെക്യുലർ ആയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നിന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്? ഇംഗ്ലീഷ് മാറ്റി ഒരു മനുഷ്യരും സംസാരിക്കാത്ത സംസ്കൃതത്തെ മൂലഭാഷയായി പ്രതിഷ്ഠിക്കണോ? സിലബസ് മുഴുവൻ വേദങ്ങളും പുരാണങ്ങളും മാത്രമാകണോ? ചരിത്രത്തിൽ നിന്ന് മുഗളന്മാരെയും ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും പോർച്ചുഗീസുകാരെയും എല്ലാം എടുത്തു കളയണോ? അവരുടെ ഭരണകാലങ്ങളെല്ലാം ശൂന്യമാക്കി ഇടണോ? ഇന്ത്യയിലേക്ക് വിവിധ സംസ്കാരങ്ങൾ കടന്നു വന്നതെല്ലാം പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കാനാണോ ഈ പറയുന്നത്? ഇന്ത്യ എന്ന ഭരണഘടന അംഗീകരിച്ച പേരെടുത്തു മാറ്റി ഭാരത് എന്ന് മാത്രമാക്കണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തൊക്കെ യോഗത്തിന് പോയാലും കേരളത്തിന് മതേതരമായ ഒരു മനസാക്ഷിയുണ്ട്. അതിന് ഇതുവരെയും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള പ്രതികരണങ്ങളൊക്കെയും തെളിയിക്കുന്നത്.